നമ്മുടെ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഒരു ദാൽ തടുക്കയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതേ ഉള്ളൂ. ഇതൊരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ വേവിച്ച് ഉടച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിക്കണം എന്നില്ല, അതുപടി ചേർത്താലും മതി. പിന്നീട് അതിൻ്റെ സ്കിൻ അങ്ങ് മാറ്റിയാൽ മതി. പരിപ്പ് കുതിർത്തിട്ട് വേവിക്കുന്ന കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തില്ല, അതിന് മുന്നേ തന്നെ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് ഒരുപാട് ഉടഞ്ഞു പോകണ്ട. ഇതങ്ങനെ ഇരിക്കട്ടെ. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, കുറച്ച് ജീരകം, ഇത്രയും ചേർത്തൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും ചേർത്തൊന്ന് വഴറ്റാം. ഇപ്പോൾ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സവോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം. സവോള വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. സവോള ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം. അതിനകത്ത് പരിപ്പിൻ്റെ വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ പരിപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക. തീയിലിട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഈ പരിപ്പൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു. ഇനി അല്പം ഗരം മസാലയും കൂടെ ചേർക്കാം. ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പരിപ്പ് വേവിച്ച വെള്ളം ആദ്യം ചേർക്കുന്നത്. വെള്ളം ഇനിയും വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം, തണുത്ത വെള്ളം ചേർക്കരുത്. കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പരിപ്പ് ഇരുന്നങ്ങ് കുറുകും. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് താളിക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഒരു പറ്റൽമുളക് കൂടെ ഇടുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി വരട്ടെ, കരിഞ്ഞു പോകരുത്. ഇത് മൂത്ത് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം. ഇനി ഇത് റെഡിയാക്കി വെച്ച ദാലിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ദാൽ തടുക്ക റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്